അബ്ബാസ് ബീഗം, മുഖ്യാതിഥി ഉസ്താദ് അബ്ദുൽ ഖാദർ മദനി വള്ളങ്കോട്, സമ്മാനദാനം നിർവഹിക്കുന്ന അബ്ദുൽ കരീം സിറ്റി ഗോൾഡ് സാഹിബ്, വേദിയിൽ എത്തിയിട്ടുള്ള ഇഖ്റയുടെ അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കളെ, ഒരു വലിയ പ്രസംഗത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. ട്രസ്റ്റിനെ കുറിച്ചും ഇഖ്റയെ കുറിച്ചുമുള്ള വിശദാംശങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ മെഹറൂഫ് പറഞ്ഞു കഴിഞ്ഞു. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒറ്റ കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. ഇന്നലെ നമ്മൾ സ്റ്റേജിതര മത്സരങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെ കുട്ടികൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിടുക്കുകളും മിടുക്കന്മാരുമാണെന്ന് അടിവരയിട്ട് തെളിയിച്ചു കഴിഞ്ഞു. അതിനുള്ള അഭിനന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്നലെ നടന്ന രചനാ മത്സരങ്ങളിൽ അത് മലയാളത്തിലായാലും അറബിയിലായാലും ഇംഗ്ലീഷിലായാലും വളരെ നല്ല നിലയിലാണ്. ചില കവിതകളൊക്കെ, മലയാളത്തിലെ കഥയും കവിതയൊക്കെ നാളത്തെ മികച്ച എഴുത്തുകാരായി മാറുന്നവരിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളുമുണ്ട് എന്നറിയുന്നതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. അതുപോലെ ചിത്രരചനയിലും കാർട്ടൂണൊക്കെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടാണ്. ആ കൊടുത്ത വിഷയവുമായി 100% ബന്ധപ്പെടുന്ന, പലപ്പോഴും കുട്ടികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെടുത്താൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. മാപ്ര എന്നതായിരുന്നു വിഷയം. കൃത്യം വരച്ചു വെക്കുന്ന കാർട്ടൂണായിരുന്നു ഇന്നലെ നമുക്ക് ലഭിച്ചത്. അപ്പൊ നമ്മുടെ കുട്ടികൾ എല്ലാ മേഖലയിലും മികച്ചവരാണെന്നുള്ള ഒരു ഉറപ്പ് അവർ നമുക്ക് തന്നിരിക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവരെ പഠന രംഗത്ത് മാത്രമല്ല, പാഠ്യാനുബന്ധം, പണ്ട് നമ്മൾ പാഠ്യേതരം എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പൊ പാഠ്യേതരമല്ല, പാഠ്യാനുബന്ധമാണ്. പഠനവുമായി അനുബന്ധമുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ അവർക്ക് ആ രംഗത്തും കൂടി നല്ല പിന്തുണ നമ്മൾ നൽകേണ്ടതുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഇന്നലെ അവരിൽ നിന്നുണ്ടായത്. ഇന്നും അത് കൂടുതൽ വെളിവാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 300-ൽ പരം ആളുകൾക്ക് ഭക്ഷണ കിറ്റ്, അതുമാത്രമല്ല നമ്മുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വീടുകൾ നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ട് എന്ന് വേണ്ട മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യം, ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി ഒരുപറ്റം ആളുകൾ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇവർ കൃത്യമായിട്ട് കൊണ്ടുപോയി കൊടുത്ത് അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒന്ന് ചേർന്നുകൊണ്ട് നാളെ റബ്ബിൻ്റെ മുമ്പിൽ അതൊരു കാരണമായി അവരുടെ പരലോക ജീവിതത്തിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വട്ടം ആളുകളാണ് ഇതിനകത്തുള്ളത്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ സംഘാടകർ പറയാറുണ്ട്, കിറ്റുകൾ വിതരണം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര പണം ഒരുപക്ഷെ കിട്ടിയെന്നില്ല, പക്ഷെ മുടക്കിയിട്ടില്ല ഇതുവരെ. സാമ്പത്തികമായി കുറച്ച് പ്രതിസന്ധികളൊക്കെ, പക്ഷെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ നമുക്ക് സാധിക്കും. കാസർഗോട്ടെ ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ വേദിയിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ അവരൊക്കെ വിശാലമായ ഹൃദയമുള്ള ആളുകളാണ്. അവരെ പാവപ്പെട്ട ഇത് അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ വിഷമങ്ങളും മനസ്സിലൊക്കെ കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ വേദിയിൽ തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്യുവാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരൊന്ന് സമീപിച്ചാൽ മാത്രമല്ല. ഇവിടെ എല്ലാ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ ഇടയിലുണ്ട്.
എങ്കിൽ പോലും ആ രീതിയിൽ തന്നെ അത് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ആളുകൾ ഇതുമായി ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുമ്പോട്ട് പോകാനുള്ള സംവിധാനം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ട്രസ്റ്റ്. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് പത്രമാധ്യമങ്ങളെക്കുറിച്ചും അതിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നിങ്ങളോട് ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുവാനും അത് കാണിക്കുവാനും പറഞ്ഞത്. പക്ഷേ അതിൽ എത്രയോ ഇവർ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. ശരിയാണ്, നമ്മുടെ പത്രങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പത്രത്താളുകളിൽ വലിയ വലിയ വിഷയങ്ങളായിട്ട് വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പക്ഷേ നമുക്ക് ആ പത്രത്തിൽ വായിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ ഒന്നിച്ചിരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പത്രവാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ പത്രവാർത്തകൾ നമുക്ക് കാണുന്നുണ്ട്. എന്താണ് നമുക്ക് പറയാൻ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ നാവ് കൊണ്ട് പറ്റുന്നില്ല അല്ലെ? പീഡനങ്ങളുടെ കഥകൾ പറയുമ്പോൾ അത് സ്വന്തം പിതാവും സ്വന്തം സഹോദരനും സ്വന്തം അമ്മാവനും ഒക്കെ ആവുമ്പോൾ അവിടെ ഇത് കണ്ട് അല്ലെങ്കിൽ ഇത് കേട്ട് വരുമ്പോൾ എല്ലാ ദിവസവും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഇത് കാണുമ്പോൾ ഒരുപക്ഷെ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ തോന്നിപ്പോകാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, പല പത്ര മാധ്യമങ്ങളുടെയും യോഗങ്ങളുണ്ടാവുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്. ഇങ്ങനെ അത് എല്ലാ ദിവസങ്ങളും വന്ന് കാണുമ്പോൾ ഒരുപക്ഷെ അവരുടെ ചിന്തയിൽ മനസ്സിലൊരു പക്ഷെ തോന്നിപ്പോകാം ഇത് സാധാരണ വിഷയമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി പത്രങ്ങളിൽ കൊടുക്കുമ്പോൾ ആ രീതിയിൽ കൊടുക്കരുത്. പക്ഷേ അങ്ങനെ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്തവർക്ക് തക്കതായ ശിക്ഷ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ അത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കൊട്ടി ആഘോഷിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇത് സാധാരണഗതിയിലാക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ കൊണ്ടുപോയാൽ അത് വലിയ ആപത്തുകളും വിപത്തുകളും ഉണ്ടാക്കുമെന്ന് ഞാൻ പല പ്രാവശ്യവും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചത്. ഇന്ന് നമ്മുടെ പെൺകുട്ടികളൊക്കെ ജോലിയുടെ കാര്യത്തിലൊക്കെ മുമ്പന്തിയിലാണ്, എല്ലാ കാര്യങ്ങളിലും മുമ്പന്തിയാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് നമുക്ക് എത്രമാത്രം സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ കീഴിൽ നമ്മുടെ മക്കളും പെൺകുട്ടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരുടെ പിന്നിലൊക്കെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് അതല്ല, സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ, നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ പോലും അങ്ങനെയുള്ള ഒരു കാര്യം കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മേഖലയിലേക്കും ജോലിയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കാസർഗോഡിനെ സംബന്ധിച്ചുള്ള 10 വളരെ മലിനമായി കിടക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ സമുദായത്തിൻ്റെ ആളുകൾ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് പ്രതിരോധിക്കാനുള്ള അതിനുള്ള സംവിധാനം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സംവിധാനം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും അല്ലേ? ഇന്ന് എല്ലാ ആളുകളും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ഏത് വീട്ടിൽപ്പെട്ട ആളുകളായാലും ഇന്ന് ഹാപ്പിനെസ് തേടി പുറത്തേക്ക് പോവുകയാണ്. ഹാപ്പിനെസ് നമ്മുടെ സന്തോഷം ഉണ്ടാക്കണം, ഹൃദയത്തിലേക്ക് സന്തോഷം ഉണ്ടാക്കുവാൻ വേണ്ടി ഹാപ്പിനെസ് തേടി പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ വീടുകളിൽ അങ്ങനെ ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ടാണോ നമ്മളിങ്ങനെ ഹാപ്പിനെസ് തേടി പുറത്തു പോകുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വീടുകൾ, നമ്മുടെ കുടുംബങ്ങൾ, അതൊക്കെ നമുക്ക് ഐക്യപ്പെടും കാര്യങ്ങളാണ്, കൃത്യമായിട്ട് വേണം. നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം നമുക്ക് നല്ലതാണ്, എല്ലാത്തിനും നമുക്ക് അതിന് ഉയരങ്ങളിലെടുക്കാൻ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് ആവശ്യമാണ്. പക്ഷേ അവിടെ നമ്മുടെ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് സംഘടനയെ കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തി ഒരുപാട് നന്മകൾ ചെയ്യുന്ന
ഒരു സംഘടനയാണ് ദൽ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണവും വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അവന് വളരെ അത്യാവശ്യമാണ്. ഈ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഈ ചാരിറ്റി പ്രവർത്തനം. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സമൂഹം പിന്നോക്കമാണെന്നൊരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ അൽഹംദുലില്ലാഹ് മാറിക്കൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സമൂഹം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊക്കെ നമ്മുടെ കഠിനാധ്വാനം കൊണ്ടാണ് എല്ലാം നേടിയെടുക്കേണ്ടത്. കലാ സാഹിത്യ രംഗമാണെങ്കിലും കായിക രംഗമാണെങ്കിലും എല്ലാം അവനവന്റെ കഠിനാധ്വാനത്തിലൂടെയാണ് നേടേണ്ടത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ പള്ളയിൽ നിന്ന് ഭൂലോകത്തേക്ക് വന്നത് ഒരു വസ്തുവും അറിയാതെയാണ്. ഒരു കുഞ്ഞ് പറന്നു വീഴുന്നത് അവൻ പ്രഭാഷകനോ എഴുത്തുകാരനോ സാഹിത്യകാരനോ ഒന്നുമായിട്ടല്ല, അവന്റെ പിന്നീടുള്ള പരിശീലനം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട്, നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് അവൻ ഉന്നതിയിലേക്ക് എത്തുന്നത്. ആ നിലക്ക് നമ്മുടെ മക്കൾ, കാസർഗോഡിന്റെ ഒരു ജനകീയനായ ചെയർമാൻ കൂടിയാണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് ഇടപെടുന്ന കരീം സാഹിബ്, അതുപോലെ ജലീൽ കോയ അടക്കമുള്ള എല്ലാവർക്കും സന്തോഷം പറയും. അഥവാ വീടുകളിൽ ഹാപ്പിനെസ് വേണം എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മക്കൾ ഏറ്റവും സന്തോഷം ആഗ്രഹിക്കുന്നത് വീടുകളിലാണ്. ആ വീടിൽ സന്തോഷം നൽകേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ആ ബാധ്യത മാതാപിതാക്കൾ നിർവഹിക്കാതിരിക്കുമ്പോൾ ആ മക്കൾക്ക് നിരാശയുണ്ടാകുന്നു. അവർ സന്തോഷം തേടി ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ മക്കൾക്ക് ചുംബനം നൽകണം. എല്ലാ ദിവസവും മക്കൾ ഇറങ്ങി സ്കൂളിലേക്കോ മദ്രസയിലോ പോകുമ്പോൾ അവരെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് യാത്ര അയക്കുക. അത് പുണ്യമുള്ള കാര്യമാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. ഈ നിലക്ക് മക്കളോടുള്ള സ്നേഹം, സന്തോഷം വീടുകളിൽ ആനന്ദം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ആനന്ദം നഷ്ടപ്പെടുമ്പോഴാണ് ആ മക്കൾ മറ്റു പല വഴികളും തേടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയാൽ അവർ ഈ സമൂഹത്തിൽ ഉന്നതരാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് നല്ലൊരു നിയ്യത്തുണ്ടാകണം. എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ വളർന്നു വരുന്നത് ഈ സമൂഹത്തിന് ഉപകാരം ലഭിക്കാൻ വേണ്ടിയാണ്. അവൻ പ്രസംഗിച്ചാൽ ഒരാൾ സന്മാർഗത്തിലേക്ക് വന്നാൽ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം, എന്നുള്ള ആഗ്രഹം ഓരോ രക്ഷിതാവിന്റെയും ഉണ്ടാകണം. ഒരിക്കലും വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്ക് അവൻ വഴുതി പോകാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സമ്പൂർണ്ണമായി അവതരിപ്പിക്കുകയാണ്. അവിടുത്തെ 63 വർഷക്കാലത്തെ ഇസ്ലാമിന്റെ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ വിധിവിലക്കുകളും ആചാര അനുഷ്ഠാനങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ മൈതാനിൽ വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് സമ്പൂർണ്ണമാക്കുകയാണ്. ഇനി ഒരു മാറ്റത്തിലേക്ക് വിധേയമില്ലാതെ ലോകാവസാനം വരെയുള്ള വിശ്വാസ സമൂഹത്തിന് എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടെന്ന മാതൃക ഹബീബായ തങ്ങൾ അവിടുന്ന് വലിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു സഹാബത്തിനോട്, ഇവിടെ കൂടിയ സഹാബത്തെ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം. അവിടെ കൂടിയിരുന്നത് എത്ര ആളുകളായിരുന്നു?
1,00,000-ൽ പരം അനുയായികൾ, 1,00,000-ലധികം സഹാബാക്രാമാണ് ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരുമിച്ച് കൂടിയത്. ആ സഹാബാക്രാം ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഹബീബായ തങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം എന്താണ്? അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനമാണ്. അതിൽ പ്രസംഗം ആവശ്യമാണ്, എഴുത്ത് ആവശ്യമാണ്, മറ്റ് കലകൾ ആവശ്യമാണ്. ഏതൊരു രീതിയിലാണെങ്കിലും ഇസ്ലാമിന്റെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുവാനുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സഹാബാക്രാം അക്ഷരം പടി സ്വീകരിക്കുകയാണ്. ആ 1,00,000-ൽ പരം സഹാബാക്രാം ഇത് ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് യാത്ര തുടരുകയാണ്. സഹാബാക്രാമിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചറിയാൻ ഞാൻ പറ്റി പറയുന്നില്ല. ഇതിലും മറവട്ട കിടക്കുന്നത് 10,000-ൽ താഴെയുള്ള സഹാബാക്രാം മാത്രമാണ്. എന്നാൽ ആ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരുമിച്ച് കൂടിയത് 1,00,000-ലധികം സഹാബാക്രാമായിരുന്നു. മക്കയിലും മദീനയിലും അന്തി ഉറങ്ങുന്നത് 10,000-ൽ താഴെയുള്ള സഹാബത്ത് മാത്രമാണ്. മറ്റുള്ളവർ എവിടെ പോയി? അവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ ലോകമെമ്പാടും എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ സഞ്ചരിച്ചു. കേരളത്തിലും വന്നു, കർണാടകയിലും വന്നു, ഇന്ത്യയിലും വന്നു, വിദേശ രാജ്യങ്ങളിലേക്ക് വന്നു. എല്ലാ സ്ഥലങ്ങളും സഹാബത്ത് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു. ഇവിടെ നമുക്കുള്ള പാഠം എന്താണ്? ഇവിടെ കൂടിയ ആളുകൾ ഈ സന്ദേശം കൂടാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തത്വസംഹിത. ആ നിലക്ക് ദഅവത്ത് എന്ന ദൗത്യമാണ് എല്ലാ പ്രഭാഷകന്മാരും, എഴുത്തുകാരന്മാരും, ഗായകന്മാരും, കലാകാരന്മാരൊക്കെ ഏറ്റെടുക്കേണ്ടത്. ആ നിലക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് ശക്തി പകരാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹത്തായ ഈ സംഘടന വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രചോദനവും പ്രോത്സാഹനവും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും നേരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സംഘാടകരെ, നമ്മളുടെ അധ്യക്ഷൻ, അതുപോലെ ഉദ്ഘാടനം ചെയ്ത ജനാബ് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ, അതേപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്റ്റേജിലും സന്ദർശിക്കുന്ന നാട്ടിൻ്റെ ഓരോ കാര്യങ്ങളും ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹദ്റത്ത് ഉസ്മാൻ ട്രസ്റ്റ്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുക, തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, എന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി നോട്ടപ്പെട്ടുകൊണ്ട് അവരെയും സഹായിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാട്ടിലെ വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇതിലൂടെ വിജയിച്ചുകൂടി. നാലാളുകൾ അറിയാൻ വേണ്ടിയുള്ള പ്രവർത്തനമല്ല. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വേദനിക്കുന്ന, വിശക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കുക. ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അബ്ബാസ് ബീഗം സാഹിബ് പറഞ്ഞതുപോലെ ഓരോ പ്രദേശത്തുള്ള ആളുകളെ മനസ്സിലാക്കുന്നതോടൊപ്പം ഏത് രീതിയിൽ ജീവിക്കണം, എങ്ങനെയായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ എന്ന് ചിന്തിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നൊരു മയക്കുമരുന്നിന്റെ ലോകത്ത് കുടുംബങ്ങൾക്ക് സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ജീവിതം ഇന്നത്തെ മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട
മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പത്ത് ഈ ലോകത്ത് ഒന്നിനും ആർക്കും കിട്ടാനില്ല. ഇന്നത്തെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ നമ്മൾ രാവിലെ തുറന്നു നോക്കുമ്പോൾ കാണുന്ന സമൂഹത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നുള്ള വലിയ വലിയ കുടുംബങ്ങളിൽപ്പെട്ട നമ്മുടെ യുവതി യുവാക്കളുടെ വേദനിക്കുന്ന കഥകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ഇഖ്റ എഡ്യൂക്കേഷൻ അക്കാദമിയും അതുപോലെ തന്നെ അതിലൊക്കെ ഉസ്മാൻ കമ്മിറ്റിയൊക്കെ ചെയ്യുന്ന ഈ സേവനങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് നന്മ നൽകുന്ന, നമുക്ക് പ്രതീക്ഷ നൽകുന്ന സംഭവമാണ്. അത് അള്ളാഹു മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. തിരഞ്ഞെടുത്ത പേരാണ്. ആ പേര്, ഇത് എത്ര പേര് ആ പേരിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആ പേര് പഠിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആ സംഘാടകർ അല്പമെങ്കിലും ആ പേരോട് ബന്ധിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സുഹൃത്ത് സ്നേഹിതൻ ജാഫർ സാദിഖ്, KT, അതുപോലത്തെ ഒരു പേരുണ്ട് ഷെരീഫ്, ഇവരൊക്കെ ഒരു ദിവസം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ വേദി ഇന്നിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികളുടെ കലാപരിപാടികളിലാണ്. ഈ കലാപരിപാടികളിൽ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത, അതുപോലെ തന്നെ കരീം സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ പള്ളങ്കോട് അബ്ദുൽ ഖാദർ സാഹിബ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന പാത, സഹാബാക്കൾ ഒരു ലക്ഷത്തെ 25,000 ആൾക്കാർ ഉണ്ടാകുമ്പോൾ ലോകത്ത് ആ സമാധാനം കിട്ടാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നിയോഗിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആരാണ് അതിൽ പ്രവർത്തിക്കുന്നുള്ളത് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വീട്ടില് സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ കുടുംബബന്ധം ഉണ്ടാവണം. കുടുംബബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ എണീക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാനും ചെയ്തെടുക്കാനുണ്ട്. ഈ ഓർഗനൈസേഷൻ ശരിക്കും നമ്മൾ കാസർഗോഡ് ജനങ്ങൾക്ക് ചെയ്യുന്ന പോലെ കുട്ടികൾ പഠിച്ചു നിന്ന് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് അതുപോലെ കാസർഗോഡ് ജനങ്ങൾക്ക് സേവിക്കണമെന്ന് ഞാൻ ഒരു ചെറിയൊരു സന്ദേശം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഓർഗനൈസേഷനും എല്ലാവർക്കും വളരെയധികം ഓൾ ദി ബെസ്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ യാത്രയാണ്. നേരത്തെ ജലീൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഹസ്രത്ത് ഉസ്മാൻ എന്ന ട്രസ്റ്റിന് നാമധേയം ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായിട്ടുണ്ടാകുന്ന ഒരു ലക്ഷ്യം അതിന്റെ പേരിലൂടെ നമുക്ക് കാണിച്ചു തരും. ആരാണ് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹ എന്നതിനെ കുറിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായി പഠിക്കേണ്ടത്. ഇഖ്റഹ് എന്ന് ഇതിന് നാമധേയം ചെയ്യുമ്പോൾ അതിലൂടെയും നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഇഖ്റഹ് എന്നുള്ളത് ട്രസ്റ്റ് കേവലം ഒരു പേരിന് വേണ്ടിയിട്ടതല്ല, പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. നമുക്കറിയാം, പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പാരായണം ചെയ്യാൻ പറഞ്ഞ ആദ്യത്തെ വചനമാണ്. എല്ലാം കൂടി ഒന്നിച്ച് വായിച്ചു നോക്കുമ്പോൾ ഒരു സമൂഹത്തെ
വിപ്ലവാത്മകമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പണിയെടുക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയ പ്രവാചകൻ ശേഷം പ്രവാചകൻ ഭൂമിയിൽ വരാനില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞതിന് ശേഷം ഭൂമിയിൽ ആരാണ് പണിയെടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭൂമിയിൽ പണിയെടുക്കാൻ നിയോഗിക്കപ്പെട്ട ഖലീഫമാരായി ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം ആളുകളെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പഠനം ആണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകൾ പലതുമാണ്. അതിൽ നമ്പർ 1 ആണ് സാമ്പത്തികം. സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ തന്റെ മനസ്സിന്റെ അകത്തുണ്ടാകുന്ന വിപ്ലവത്തിനെ പരിപോഷിച്ച് ഭൂമിയിലേക്ക് എങ്ങനെ വ്യാപിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വ്യാകുലതയോടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ മുമ്പിൽ ഹസ്രത്ത് ഉസ്മാൻ ട്രസ്റ്റ് വരുന്നത് എന്ന് വിദ്യാർത്ഥികൾ കാണണം. നമ്മൾക്ക് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ഒരു പിന്തുണ, അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ബഗ്ദാദ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധിപനായിരുന്നു ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ആൾ. ബഗ്ദാദ് സാമ്രാജ്യത്തെ കുറിച്ച് വിദ്യാർത്ഥികളോട് പറയേണ്ടതിന്റെ ആവശ്യകതയില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു ദാർശനികൻ കടന്നു വരികയാണ്. വന്നിട്ട് ഹാറൂൺ റഷീദ് രാജാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനോഹരമായിട്ട്. അല്ലയോ രാജാവേ, താങ്കൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും. എന്നിട്ട് താങ്കൾ ദിവസങ്ങളോളം യാത്ര തുടരവേ താങ്കൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ലഭിക്കാത്തൊരവസ്ഥ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം കിട്ടില്ല. നമുക്കറിയാം മരുഭൂമി എന്നതിലൊന്നും കിട്ടാത്തൊരു പ്രദേശമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ താങ്കൾ മരണത്തോട് മല്ലിടിച്ചു കൊണ്ടിരിക്കാനുള്ള കാലഘട്ടമാണ്. നമ്മുടെ മുമ്പിൽ 2 പാതയുള്ളൂ, നന്മയും തിന്മയും. നന്മയിലൂടെ പോയി കഴിഞ്ഞാലും 100 രൂപ കിട്ടും, തിന്മയിലൂടെ പോയി കഴിഞ്ഞാലും 100 രൂപ കിട്ടും. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് നമ്മൾ കാണും. ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോളറായിരുന്നു പെലെ എന്ന് പറയുന്നത്. അറിയാമല്ലോ എല്ലാവർക്കും പെലയെ. പെല സുഹൃത്തുക്കളും ഒത്തുകൊണ്ട്, ഞാൻ അവസാനിപ്പിക്കാം, പെല സുഹൃത്തുക്കളും ഒത്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് പുകവലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ മുമ്പിലൂടെ അച്ഛനെ നടന്നു പോവുകയാണ്. എന്താണ്, നമ്മളൊക്കെ ആണെങ്കിലും നമ്മളെ മക്കൾ ഇങ്ങനെ പുകവലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മളത് തെറ്റാണെന്ന് അവിടെ നിന്ന് ബോധ്യപ്പെടുത്തുകയോ അവരെ അടിക്കുകയോ ചെയ്യും. പെലയുടെ അച്ഛൻ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പെലയുടെ സുഹൃത്തുക്കളോട് പറയാണ്, അച്ഛൻ കണ്ടിട്ടില്ല, പ്രശ്നമില്ല. സുഹൃത്തുക്കൾ പറയാണ്, നീ രക്ഷപ്പെട്ട് നിനക്ക് അടികൊള്ളൂല. വീട്ടിലേക്ക് എത്തി പെല കുറെ കഴിയുമ്പോൾ നമ്മളെ പോലെ തന്നെ കളിച്ച് കുറച്ച് കഴിയുമ്പോൾ വരും. പെലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ പറയുന്ന മനോഹരമായ വാക്കുകളുണ്ട്. കുട്ടികളെ കേൾക്കണം, നമ്മൾ നിനക്ക് ആരാകണമെന്നാണ് ആഗ്രഹം? പെല പറയുന്നു, ഞാൻ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരനാകണം. നീ ഫുട്ബോൾ കളിക്കാരനാകണമെങ്കിൽ നീ ഇന്ന് ചെയ്തിട്ടുള്ള ഏറ്റവും ദുഷിച്ച പ്രവർത്തനം എന്ന് ഞാൻ കണ്ടത് താൻ സുഹൃത്തുക്കളുമൊത്ത് പുകവലിക്കുകയാണ്. ആ പുകവലി എന്ന് പറയുന്നത് നിന്റെ ഫുട്ബോളറാകുന്ന സ്വപ്നത്തെ അവിടെ വെച്ച് അതില്ലാതാക്കും. അതുകൊണ്ട് നീ അത് ഉപേക്ഷിക്കണം. അത് എന്ന് പറയുന്നത് എന്റെ പുതിയൊരു സമൂഹത്തിലേക്ക് നീ കാലെടുത്ത് നോക്കുമ്പോൾ തിന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള തുടക്കമാണ്. ആ തുടക്കത്തിന് നീ കടിഞ്ഞാണിടണം. അന്ന് പെലയെടുക്കുന്ന തീരുമാനമാണ്. അതുപോലെയുള്ള ഒരു വസ്തു, തിന്മയാകുന്ന ഒരു വസ്തു ഞാൻ തൊടില്ല. ലോകം കണ്ട ഇന്നും, ഒരുപക്ഷെ എന്നും എക്കാലവും നിലനിൽക്കുന്ന നമ്പർ 1 ഫുട്ബോളർ ആരെന്ന് ചോദിച്ചാൽ പെലയാണ്. മറ്റൊരു ഉത്തരവില്ല. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴികളെ കുറിച്ചിട്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് വേണമെന്ന്. വലിയൊരു ഉത്തരമാണ് നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന ആളുകൾ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഇതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് അല്ലാഹു ധൈര്യവും ആത്മാർത്ഥതയും സന്തോഷവും സഹായവും നൽകുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ പരിപാടികളുടെയും പിന്നിലുള്ള ഇന്റൻഷൻ നമുക്ക് കിട്ടേണ്ട ധൈര്യം, സ്റ്റേജ് ഫിയർ ഒഴിവാക്കുക, അതുപോലെ നമ്മുടെ മറ്റു ഭാവിയിലേക്ക് വരുന്ന പ്രവർത്തനങ്ങളിൽ അത് മുതൽക്കൂട്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാവരും പരിപാടികളൊക്കെ പങ്കെടുക്കുക. അതാ സ്വീകരിക്കട്ടെ. എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു. അത് വലിയ പ്രചരണങ്ങളില്ലാതെ, കോലാഹലങ്ങളില്ലാതെ, കുട്ടിഘോഷിക്കാതെ ആരാണ് ഇവിടെ ആവശ്യക്കാരുള്ളത്, ആർക്ക് മുമ്പിലേക്കാണ് നിങ്ങൾ ചെല്ലേണ്ടത് എന്ന്
തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വേദനകളെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ ഈ നാടിന്റെ വെളിച്ചമായി മാറിയ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവരുടെ ആശംസകൾ നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ളത് കൊട്ടിഘോഷിക്കുന്ന, ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ സ്വയം വിളിച്ചു പോകുന്ന സംഘടനകൾക്കിടയിൽ ഇത്തരം ഒരു സംഘടന, ഞാൻ കാസർഗോഡ് കേന്ദ്രീകരിച്ച് 10-25 വർഷത്തിലധികമായി മാധ്യമപ്പെട്ടു. പക്ഷേ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പോരായ്മയായിരിക്കാം, ഇത്തരം ഒരു സംഘടനയെ കുറിച്ച് ഞാൻ അറിയുന്നത് അടുത്ത കാലത്താണ്. അറിയുകയില്ല. ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, അതും ലക്ഷങ്ങളുടെ കോടികളുടെ ആശ്വാസം പലരിലേക്കും എത്തിക്കുന്ന ഒരു സംഘടന, ഒരു കൂട്ടായ്മ. ഇത് അറിയാതെ പോയത് ആ സംഘടനയുടെ മികവ് കൊണ്ട് മാത്രമാണ്, മേന്മ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് തർപ്പിച്ചു പറയാൻ കഴിയും. കാരണം കൊട്ടിഘോഷിക്കാൻ അറിയില്ല, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് സ്വയം മനസ്സിലാക്കിയ ഒരു സംഘടനയുടെ വിജയ മുന്നേറ്റത്തിന്റെ കഥയാണ് ഈ കൂട്ടായ്മക്ക് അവകാശപ്പെടാനുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ ഈ മക്കൾ അടക്കമുള്ളവരുടെ ഇസ്ലാമിക കലാ സാഹിത്യ മത്സരങ്ങൾ അനുഭവിക്കുകയാണ്. ദഹിറത്തുൽ ഉഖ്റ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവരുടെ മനസ്സ്, അവരുടെ വേദന, അവരുടെ നീക്കലൊക്കെ വളരെ നന്നായി അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന്റെ, ഈ പരിപാടിയുടെ മൂല്യവും ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരുടെ ആശംസ. ഒരുപാട് മുമ്പൊക്കെ ഇവിടെ പല പരിപാടികളിൽ സംബന്ധിച്ചെങ്കിലും മനസ്സിന് നിറഞ്ഞ ഏറ്റവും ആനന്ദം നൽകുന്ന ഇന്നത്തെ ഈ പരിപാടി ഉണ്ടല്ലോ, അതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. നമ്മുടെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ, എന്താ അദ്ദേഹം പറഞ്ഞതറിയില്ല, ഇത്രയും വലിയൊരു പ്രവർത്തനം നടത്തുന്ന ഒരു ട്രസ്റ്റ് കോലാഹലങ്ങളില്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹവുമായി ചേർ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഏകദേശം ഒരു വർഷം 2 കോടിയോളം രൂപ ചെലവ് ചെയ്യുന്ന സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിലുള്ള ഈ ട്രസ്റ്റ് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാനുള്ള അവസരം ഇതിന്റെ സംഘടന ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷത്തോടെ കാണുകയാണ്. ഇനിയും പല പദ്ധതികളുമായി അങ്ങനെയുള്ള അവസരം തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും കൂടി ഇവിടെ അറിയിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഹക്കായി പറയുകയാണ്, അവിടെ ഇരുന്നപ്പോ ഒരു കുട്ടി അവതരിപ്പിച്ച ആ ഒരു പരിപാടി സത്യം വൈകാരികമായി എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അല്ലെ, പണം നൽകാൻ കഴിയില്ലാതെ ഒരു വിദ്യാഭ്യാസമൊക്കെ മുടങ്ങിപ്പോയാൽ നമ്മളൊക്കെ ജീവിച്ചിട്ട് ഫലമുണ്ടോ എന്നാണ് എനിക്ക് ഒരു മിനിറ്റ് തോന്നിപ്പോയത്. ചെയ്യാൻ പറ്റുന്ന പല മേഖലകളിലും നമ്മളെല്ലാവരും കൂട്ടുനിന്നുകൊണ്ട് ഇത്രയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് താങ്ങാവാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇതിന്റെ പേര് തന്നെ ഇഖ്റ, അല്ലെ? ഇഖ്റ എന്ന് ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് ആദ്യം പറയുന്നത് ഇഖ്റ എന്ന ഒരു പദമായിരുന്നു. ആ പദം പോലെ തന്നെ, പിന്നെ അങ്ങനെയാണോ ഇവിടെ ഉദ്ദേശിച്ചത് എനിക്ക് സംഘടന അറിയില്ല, എന്നാൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈ പദം ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകാനുള്ള ഒരു പദമായിരിക്കും എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഈ പരിപാടിക്കിടയിലാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടത്തേക്ക് സമയത്തിന് എത്താൻ പറ്റാത്തതിലുള്ള കേരളത്തോട് ഞാൻ പങ്കുവെക്കുകയാണ്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ ട്രസ്റ്റും അതിന്റെ കീഴിലുള്ള ഉത്തരവ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് യതീം കുട്ടികൾക്ക് കഴിവിന്റെ പരമാവധി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇത്ര ഒരുക്കിയിരിക്കുന്നത്. ഇതിലേക്ക് എല്ലാവരുടെയും സഹകരണം ഈ സന്ദർഭത്തിൽ
ആവശ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ യതീമുകളെ സംരക്ഷിക്കുന്നതിനും ഞാനും നാളെ പരലോകത്ത് രണ്ടുപേരും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് പ്രവാചക സാഹചര്യം കാണിച്ചിരിക്കുന്നത്. ഒരുപോലെ ആയിരിക്കുന്നതിന് അത്രയും അടുത്തായിരിക്കുന്നതാണ്. അപ്പൊ അവരെ കൈപിടിച്ച് ചേർക്കുകയും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും യതീമുകൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും ചെയ്യുന്ന ഈ ട്രസ്റ്റിന് ഇതുപോലുള്ള പരിപാടികൾക്കും എല്ലാവരും ആശംസ നേർന്നു. അസ്സലാമു അലൈക്കും. അതിന് മുമ്പ് ചെറിയൊരു കാര്യം അബ്ദുല്ല, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ബഹുമാനായ ചെയർമാൻ, ഇത്രയുടെ ചെയർമാൻ, നിങ്ങളെ ചെയർമാൻ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയ ഇനത്തിൽപ്പെട്ട ഒരു മത്സരത്തെ കുറിച്ച് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം കേരളത്തിലുടനീളം സാഹിത്യ മത്സരങ്ങൾ, സ്കൂൾ കലോത്സവ മത്സരങ്ങളൊക്കെ പോയി കാണാറുള്ളതും അതുപോലുള്ള ആളുകളായിട്ട് സംവദിക്കുന്നതാണ്. അദ്ദേഹത്തെ പോലും നിങ്ങൾക്ക് ത്രസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ അൽഹംദുലില്ലാ. തീർച്ചയായും വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷം വഹിച്ച അധ്യക്ഷനെയും ഉദ്ഘാടകനെയും ആശംസ അർപ്പിച്ച മുഴുവൻ ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ വ്യക്തിത്വങ്ങളെയൊക്കെ എല്ലാവരും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അഭിമാനകരമായ ഭരണം കൂടാതെ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റ് കാസർഗോഡ് പല ഉൾഭാഗങ്ങളിൽ വിദ്യാർത്ഥികളെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രവർത്തനം ഭരണം കൂടാതെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റ് കാസർഗോഡ് പല ഉൾഭാഗങ്ങളിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് എങ്ങനെ നമുക്ക് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് 120ഓളം വിദ്യാർത്ഥികൾ കൊടുക്കാം. ഈ പ്രോജക്റ്റ് സാധാരണ നമ്മൾ പറയാറുണ്ട്, മീൻ പിടിക്കാൻ പഠിപ്പിക്കാൻ, മീൻ പിടിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാളുകളിൽ ഏറ്റവും മികച്ചൊരു ഭാവി, ഏറ്റവും മികച്ച രീതിയിൽ വളരെ സാമ്പത്തികമായിട്ടും ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 8ാം ക്ലാസ് മുതൽ 10 ക്ലാസ്സുകളിൽ 10 +1 +2 അത് കഴിഞ്ഞു ഡിഗ്രി അബ്ദുൽ ജലീൽ അവരുടെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാനവാസ്, മാഹി, ഹബീബ്, കേറ്റി, പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസമായിട്ട് നല്ലൊരു സംവിധാനം നമുക്ക് രണ്ടാമതൊരു കാര്യം, ഇത് ഒന്നും ചാടാ ഇത് ഒന്നും ചാടാനില്ല. രണ്ടാമതൊരു കാര്യം, ബഹുമാനപ്പെട്ട കെ.എസ്. അബ്ദുള്ള ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ,
City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT-LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.